ഗോതമ്പ് പൊടിയും വളരെ കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് അളവ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1/4 കപ്പ് അളവ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ മുഴുവനായിട്ടും മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പകുതി പകുതിയായിട്ട് എടുത്തിട്ടോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആദ്യം കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാനാണ് പോകുന്നത്. വെള്ളം കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ കുറേ ചേർത്ത് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കൂട്ട് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഇതുപോലെ കൂട്ടൊന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ നല്ലപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിനായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി നല്ല കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഉള്ളി ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതാ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഉള്ളി ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുന്നത് വരെയാണ് ഉള്ളി വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഞാനിവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കളറ് മാറി വരും. എന്നിട്ട് ആ ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഉള്ളിയുടെ മസാലയായിട്ട് നല്ലപോലെ യോജിച്ച് വരുന്ന രീതിക്ക് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഉരുളക്കിഴങ്ങിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ പറ്റുണ്ടാകും. ആ ഒരു പറ്റിൽ വേവിച്ചെടുത്താൽ മതി. ഇതിനെ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത്. നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കൊണ്ട് തന്നെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു തുടങ്ങിയാൽ മാത്രം മതി. ഒരുപാട് അങ്ങനെ ഉടച്ചെടുക്കുന്നില്ല ഞാനിവിടെ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് വന്നാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 ടീസ്പൂണോളൊക്കെ വരും. ആ ഒരു ചെറിയ പുളിപ്പും കൂടെ വരുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ല രുചിയാണ്. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രേ ഉള്ളൂ, നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു മസാല ഉണ്ടാക്കാൻ എടുത്ത സമയത്തെയും ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പോൾ കൂട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 7 ഉരുളകളാണ് ഇതും കൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്.
ഇനി ഇത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് അതേപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കനം കുറച്ചാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 6 ഉരുളകളും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന ഷീറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. മുഴുവനായിട്ടും തന്നെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഭാഗത്തും ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 ഭാഗം നമ്മൾ പ്ലെയിൻ ആയിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തും വെള്ളം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. വെള്ളം നമ്മൾ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു വരഞ്ഞു കൊടുക്കാത്ത ഒരു ഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിൻ്റെ ചൂടാറി വന്നതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മറ്റേ ഭാഗം എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കട്ട് ചെയ്തിരിക്കുന്ന 2 സൈഡിലും ഒരേ നമ്പറിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് മടഞ്ഞു വരുമ്പോൾ ബാസ്ക്കറ്റൊക്കെ മടഞ്ഞു പോലെയാണ് ഉണ്ടാവുക. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും എഡ്ജ് ഭാഗം ഒന്ന് കൈ ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും നമ്മൾ വെള്ളം നല്ലപോലെ സ്പ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ ഒട്ടും പൊട്ടിപ്പോകുമൊന്നുമില്ല. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നല്ലപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഇതുപോലെ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു കവറിങ് ഇരിക്കുക. ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഫില്ലിങ് സാധാരണ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് പോലെയല്ല ഉണ്ടാകുക. സാധാരണ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് നല്ല ഉടഞ്ഞിട്ടാണ് ഉണ്ടാകുക. ഇത് അതുപോലെയല്ല. കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങാണ് കഴിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അവരെല്ലാവരും നിങ്ങളുടെ പിന്നാലെ ആയിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.